സോ നമുക്ക് ഇന്നൊരു ടോപ്പിക്ക് നോക്കാം. മറ്റൊന്നുമല്ല, ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പം പലർക്കും ട്രെൻഡ് ഐഡന്റിഫൈ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ബിഗിനേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, സോ ബിഗിനേഴ്സിന് പ്രത്യേകിച്ച് ട്രെൻഡ് മാർക്കറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ടോപ്പിക്ക്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ട്രെൻഡ് ഏതൊക്കെയാണെന്ന് നോക്കാം, അതെങ്ങനെ മാർക്കറ്റിൽ കണ്ടുപിടിക്കാം, ആ ട്രെൻഡ് എപ്പോഴാണ് ഇൻവാലിഡ് ആകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ മാർക്കറ്റിൽ ഒരു ഇത് സ്റ്റോക്ക് ആയിക്കോട്ടെ, ഇൻഡെക്സ് ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ബെറ്റർ റിവാർഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ ട്രെൻഡിനൊത്ത് ട്രേഡ് എടുക്കുമ്പോഴാണ്. ഓക്കെ, സോ മാർക്കറ്റിൽ ട്രെൻഡിനൊത്ത് ട്രേഡ് ഉണ്ടാവും, കൗണ്ടർ ട്രെൻഡ് ഉണ്ടാവും, അതായത് ട്രെൻഡിന് ഓപ്പോസിറ്റ് ഉള്ള ട്രേഡും ഉണ്ടാവും. സോ മോസ്റ്റ്ലി സുപ്പീരിയർ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ ട്രെൻഡിനനുസരിച്ചുള്ള ട്രേഡാണ്. ഓക്കെ, ഇപ്പൊ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണെങ്കിൽ ഓരോ ഡിപ്പിലും, അതായത് ഒന്ന് അപ്പ് പോയിട്ട് ചെറിയൊരു രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുമ്പോൾ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് കറക്ഷൻ നടക്കും. അതിനുശേഷം ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നും മാർക്കറ്റ് വീണ്ടും അല്ലെങ്കിൽ സ്റ്റോക്ക് വീണ്ടും മുകളിലേക്ക് പോകും, ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. അതിനെയാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും ലോങ് സൈഡ് എൻട്രീസ്, അതായത് ബൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന എൻട്രീസ്. അപ്പൊ ഇതിന് നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം, അല്ലെ? ട്രെൻഡ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കണം. മാർക്കറ്റ് ഇപ്പൊ ഏത് ട്രെൻഡിനാണ് ഉള്ളത്, അത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിമും അതിന്റെ ബിഗർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഏത് ട്രെൻഡിനാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മേജർ ടൈം ഫ്രെയിം അല്ലെങ്കിൽ മേജർ ട്രെൻഡ് അല്ലെങ്കിൽ മൈനർ ട്രെൻഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ 5 മിനിറ്റ്സിൽ ഇൻട്രാഡേ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് മേജർ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ട്രെൻഡും അല്ലെങ്കിൽ 50 മിനിറ്റ്സ് 1 അവറിലേക്ക് ട്രെൻഡിനാണ് നമ്മൾ മേജർ ട്രെൻഡ് എന്ന് പറയുന്നത്. സോ അതിനനുസരിച്ച് നമ്മുടെ 5 മിനിറ്റ്സ് ട്രെൻഡും അലൈൻ ആകുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾക്ക് ഒരു അതനുസരിച്ചുള്ള ട്രേഡ് എടുക്കുന്നതെങ്കിൽ അത് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് ഞാനൊന്ന് പറയാം നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത്, എങ്ങനെ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്. ഓക്കെ, സോ എത്ര തരത്തിലുള്ള ട്രെൻഡ് ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളത് സെക്കൻഡ്. ഓക്കെ, പിന്നെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റും ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ സി എച്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും. ഓക്കെ, പിന്നെ ട്രെൻഡ് ഇൻവാലിഡേഷൻ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ട്രെൻഡ് എന്താണ് ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കാം. ട്രെൻഡ് എന്ന് പറയുന്നത് അറിയാം നമുക്ക്, ഒരു സ്റ്റോക്കിന്റെ ഗതി, അല്ലെ? അതിപ്പം പ്രൈസ് മുകളിലേക്കാണോ പോകുന്നത്, താഴേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മൂവ്മെന്റ് ഇല്ലാതെ ഇങ്ങനെ സൈഡ് വൈസ് ആണെന്നുള്ളതാണ് നമ്മൾ ട്രെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് എല്ലാവർക്കും അറിയാം അപ് ട്രെൻഡ് ഉണ്ടാവും. അപ് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ് അപ് ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, അല്ലെ? ഇനി സൈഡ് വൈസ് ട്രെൻഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രൈസിൽ വലിയൊരു മൂവ്മെന്റ് ഒന്നും ഇല്ല, ഇങ്ങനെ പോകുന്നു. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിന് പ്രത്യേകിച്ച് ഒരു ഫണ്ടമെന്റൽ ന്യൂസോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു ട്രിഗർ ഒന്നും ഇല്ല എങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസിന് വലിയ മൊമെന്റം കാണും, അതിങ്ങനെ തന്നെ ആയിരിക്കും പോകുന്നത്. ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഔട്ട് ഒക്കെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇതാണ് ഒരു സൈഡ് വൈസ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ചോപ്പി മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഡയറക്ഷനും ഇല്ല. അതായത് സൈഡ് വൈസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വൈസിൽ എൻട്രി എടുക്കുമ്പോൾ സൈഡ് വൈസ് ഇങ്ങനെ നമ്മൾ ബോട്ടവും ടോപ്പും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്ക് എൻട്രീസ് കിട്ടും. ചോപ്പി മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പ്രോപ്പർ ബോട്ടമോ ടോപ്പോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു ടോപ്പ് അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് ബോട്ടം വരാതെ തന്നെ ഇങ്ങനെ പോവും, പ്രത്യേകിച്ച് ടോപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്കൊരു ട്രെൻഡ്, ഒരിക്കലും ഒരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത വളരെ നാരോ ആയിട്ടുള്ള ഒരു മാർക്കറ്റിനെയൊക്കെയാണ് നമ്മൾ ചോപ്പി മാർക്കറ്റ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിൽ പ്രത്യേകിച്ച് ട്രേഡ് എടുക്കാതെ മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ നമുക്കിപ്പം ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, അപ് ട്രെൻഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും പോകുക. അതായത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു മിനിറ്റ്. ഓക്കെ, വീഡിയോ ശ്രദ്ധിച്ച് കാണണം. ഞാൻ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. അപ്പൊ വീഡിയോ അവസാനം വരെ വളരെ ശ്രദ്ധിച്ച് കാണുക. മനസ്സിലാകാത്ത പോയിന്റുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, സോ ട്രെൻഡ് എന്ന് പറയുന്നത് നോക്കാം. ഇത് നമ്മളൊരു ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒന്ന് വരച്ച് കാണിക്കാം, ദെൻ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം. ലൈവ് മാർക്കറ്റ് മീൻസ് നമുക്കൊരു ചാർട്ടിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ട്രെൻഡ് എന്ന് പറയാനായിട്ട് ഇപ്പൊ നമ്മൾ അപ് ട്രെൻഡിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. ഓക്കെ, ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ ഒരു പ്രൈസിങ് ഇങ്ങനെ പോയി, അതിനുശേഷം ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു സപ്പോർട്ട്, ചിലപ്പോൾ ഒരു പ്രൈസ് ലെവൽ ഉണ്ടാവാം, ഒരു മൂവിങ് ആവറേജ് ഉണ്ടാവാം, ട്രെൻഡ് ലൈൻ എന്തെങ്കിലും ആയിക്കോട്ടെ. സോ അവിടെ വന്നിട്ട് വീണ്ടും ഇതിങ്ങനെ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നു. ഇപ്പൊ സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനെയാണ് ഒരു അപ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നത്.
റിയൽ മാർക്കറ്റിൽ ഇങ്ങനൊന്നും സംഭവിക്കണമെന്നില്ല, എന്നാൽ സംഭവിക്കുന്ന സമയങ്ങളും ഉണ്ട്. ഓക്കെ, നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ സ്ട്രക്ചർ തന്നെ പഠിക്കണം അല്ലെ. ഇപ്പൊ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ പഠനത്തിന്റെ റീസൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ തന്നെ ഒരു ട്രെൻഡിനെ വരച്ചു വെക്കുകയാണ്. ഓക്കെ, അതായത് ഇങ്ങനെ ഒരു ട്രെൻഡ് വരിക എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, ഇതില് നമുക്ക് ഓരോന്നാകും നോക്കാം. ഇതൊരു ഹൈ ആണ് അല്ലെ, ഇത് സ്വിംഗ് ഹൈ എന്നാണ് പറയുക, സ്വിംഗ് ഹൈ. ഇത് അതിനേക്കാളും മുകളിൽ ഒരു സ്വിംഗ് ഹൈ, അപ്പം ഹയർ ഹൈ ആണ് ഇവിടെ അല്ലെ. ഇതൊരു ഹൈ ആണ്, അതിനുശേഷം ഇതൊരു ഹയർ ഹൈ ആണ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അതിലും വലിയ ഹൈ ആണ് അല്ലെ, ഹൈ. ഇത് അതിലും വലിയ ഹൈ. അതേസമയം നോക്കി അതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ ലോ കാണാം അല്ലെ, ലോ. ഇവിടെ ലോവർ, ഹയർ ലോ അല്ലെ. ഈ ലോവിനെക്കാളും മുകളിലാണ് ഈ ലോ. അപ്പൊ ഇതൊരു ഹയർ ലോ, ഇതൊരു ഹയർ ലോ, ഇതൊരു ഹയർ ലോ. ഇതിനെയാണ് നമ്മളൊരു അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇതിനെ ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ്, ഒരു അപ് ട്രെൻഡ് ചാനൽ കിട്ടും അല്ലെ. ഇതിന് നമുക്ക് തുടക്കത്തിലേ വേണ്ട, നമുക്ക് ഇത്രയും ട്രെൻഡ് ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം ട്രേഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ ട്രെൻഡ് ചിലപ്പോൾ അവസാനിച്ചിട്ടുണ്ടാവും. നമുക്ക് ട്രേഡ് കിട്ടത്തുമില്ല, ഇനി അഥവാ കിട്ടിയാൽ തന്നെ നമ്മൾ ലോസിൽ പോകും. അപ്പൊ നമുക്ക് ഈ ട്രെൻഡ് റൈഡ് ചെയ്യണമെങ്കിൽ അതിന്റെ തുടക്കത്തിലേ നമ്മൾ എൻട്രി എടുക്കണം, നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടണം. അപ്പൊ മാത്രമേ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഒരു ട്രെൻഡ് മനസ്സിലാക്കാനായിട്ട്, അതിപ്പോ അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ സൈഡേഴ്സോ എന്തും ആയിക്കോട്ടെ, നമ്മൾക്ക് രണ്ട് സ്വിംഗ് ഹൈയും രണ്ട് സ്വിംഗ് ലോയും ഉണ്ടാവണം. ഓക്കെ, ഇവിടെയാണ് ഒരു ട്രെൻഡ് എസ്റ്റാബ്ലിഷ് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് രണ്ട് സ്വിംഗ് ലോയും രണ്ട് സ്വിംഗ് ഹൈയും നമുക്ക് മാർക്കറ്റിൽ കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു പ്രൈസ് ആക്ഷൻ, അതായത് ഇങ്ങനെ ഒരു ഹൈ ഉണ്ടാക്കി, ഒരു ലോ ഉണ്ടാക്കി, ഒരു ഹൈ ഉണ്ടാക്കി, ഒരു ലോ ഉണ്ടാക്കി, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇവിടെ ഒരു അപ് ട്രെൻഡ് ഫോം ആയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, പിന്നീട് വരുന്ന ആ ഒരു ഡിപ്പിലാണ് നമ്മൾ ബൈ എൻട്രി എടുക്കുക. ഓക്കെ, ഈ ഹൈയുടെ ഈ ലോയുടെ താഴെ പോകാതെ വീണ്ടും മാർക്കറ്റ് ഒന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രൈസ് ആക്ഷൻ, അതായത് കാൻഡിൽ സ്റ്റിക്ക് പഠിക്കണം. കാൻഡിൽ സ്റ്റിക്കിന്റെ ഒരു സീരീസ് വീഡിയോസ് ഞാൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിന്റെ ഒരു എഡ്യൂക്കേഷൻ സീരീസ് പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എപ്പിസോഡ്സിൽ നമുക്ക് കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു 8-10 കാൻഡിൽ സ്റ്റിക്ക് ഉണ്ട്. അതിന്റെ ഇൻ ഡീറ്റെയിൽ അതിന്റെ സൈക്കോളജി അടക്കം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആ കാൻഡിൽ സ്റ്റിക്ക് പഠിച്ചതിന് ശേഷം ഇവിടെ വരുന്ന പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഒരു ബൈ എൻട്രി എടുക്കാം. ഓക്കെ, ബൈ എൻട്രി എടുത്ത് അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതോ ഇതിന്റെ മുകളിലൊക്കെ ആയിരിക്കും ടാർഗറ്റ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് സ്വിംഗ് ഹൈ അല്ലെങ്കിൽ രണ്ട് സ്വിംഗ് ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഐഡന്റിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അപ് ട്രെൻഡ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഒരു രീതി. ഓക്കെ, അപ്പൊ നമ്മൾ അപ് ട്രെൻഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കി. നമുക്ക് രണ്ട് സ്വിംഗ് ഹൈ രണ്ട് സ്വിംഗ് ലോ വന്നു കഴിയുമ്പോൾ നമ്മൾ ട്രെൻഡ് അവിടെ ഫോം ആയെന്ന് മനസ്സിലാക്കും. ഓക്കെ, അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും അടുത്ത ഒരു ഡിപ്പിന് വേണ്ടി, അതായത് അടുത്ത ഒരു മാർക്കറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അവിടെ വന്നിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കും. ഓക്കെ, ഇതാണ് ഒരു ട്രെൻഡ് കണ്ടുപിടിക്കുന്ന രീതി. ഇത് തന്നെയാണ് ഡൗൺ ട്രെൻഡിന്റെ കാര്യത്തിലും സൈഡ് വേസ് മാർക്കറ്റിന്റെ കാര്യത്തിലും. എപ്പോഴും നമ്മൾ രണ്ട് സ്വിംഗ് കണ്ടുപിടിക്കണം. രണ്ട് സ്വിംഗ് മാർക്കറ്റിൽ ഫോം ആയതിനു ശേഷം മാത്രം നമ്മൾ ആ ട്രെൻഡ് അവിടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ രണ്ട് ലെവലിനെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വെച്ച് ഡ്രോ ചെയ്യണം. ഇതിന് ട്രെൻഡ് ലൈൻ എന്ന് പറയും. ഓക്കെ, ഇതിപ്പോ ഹൊറിസോണ്ടൽ ട്രെൻഡിലാണ്, ഇതിപ്പോ നമ്മുടെ സ്ലോപ്പിംഗ് ആണ് ഇത് അല്ലെ. അപ്പം ഇങ്ങനെ നമ്മൾ ഈ രണ്ട് പോയിന്റിനെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഒരു ലൈൻ കിട്ടും. ഈ ലൈനിനകത്താണ് പിന്നീട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് വരിക. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അപ് ട്രെൻഡിന്റെ കേസിൽ നമ്മൾ ഇത് കണ്ടുപിടിച്ചു, 1 2 1 2. ഇനി നമുക്ക് ഇപ്പം ഇത്ര ഇല്ലാന്ന് വിചാരിക്കുക, ഇവിടം വരെ ഉള്ളു മാർക്കറ്റ്, ഇപ്പൊ ഇത്രേ ഫോം ആയിട്ടുള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കും. ഓക്കെ, നീട്ടി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാം. എപ്പോഴാണ് അടുത്തത് ഇത് കണ്ടു കഴിഞ്ഞു, ഇവിടം വരെ എത്തിയപ്പോഴാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചു, അതിനുശേഷം ഇത് ഇങ്ങനെ മുകളിലൊക്കെ പോയിട്ട് തിരിച്ച് ഈ ലെവലിൽ എവിടെയെങ്കിലും വന്ന് സപ്പോർട്ട് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, സപ്പോർട്ട് എടുക്കുന്നത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, വന്നതിന് ശേഷം കാൻഡിൽ സ്റ്റിക്കിന്റെ ഫോർമേഷൻ കണ്ട് മാത്രമേ നമുക്ക് സപ്പോർട്ട് അവിടെ എടുത്തു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ഡൗൺ ട്രെൻഡിനും ഇത് തന്നെയാണ്, സൈഡ് വേസിനും ഇതേ സംഗതിയാണ്. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പൊ ട്രെൻഡ് മനസ്സിലായി, അപ് ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡൗൺ ട്രെൻഡ് എങ്ങനെ കണ്ടുപിടിക്കാം, സൈഡ് വേസ് മാർക്കറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മനസ്സിലായി. ഇനി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതെന്താണെന്ന് പറഞ്ഞുതരാം.
ഇപ്പൊ നമ്മൾ ഇങ്ങനെ രണ്ട് ഇത് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു അല്ലെ, ഇതിങ്ങനെ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിങ്ങനെ കണ്ടുപിടിച്ചു. ഇവിടെ നിൽക്കുകയാണ് മാർക്കറ്റ്. ഓക്കെ, ഈ ഓരോ ഹൈയും ബ്രേക്ക് ചെയ്ത് പോകുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബ്രേക്കപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, ബ്രേക്കപ്പ് സ്ട്രക്ചർ. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ നടന്നു എന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഇത് ഒരു എന്താ പറയുക, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന ഏരിയ ആണ്, അല്ലെങ്കിൽ ഇവിടെ സെല്ലർ വന്ന ഒരു ഏരിയ ആണ്. സെല്ലർ ഇവിടം വരെ മാർക്കറ്റിനെ കൊണ്ടുപോയി. വീണ്ടും ഈ ലോഡ് താഴെ പോകാതെ മാർക്കറ്റിനെ ബയ്യർ എന്ത് ചെയ്തു, ഇത് ഈ ലെവൽ വരെ കൊണ്ട്. ഈ ലെവൽ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ പോയെങ്കിൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് സ്ട്രക്ചർ നടന്നിട്ടുണ്ട് അല്ലെ. അവിടെ ആർക്കാണ് നമുക്ക് ആധിപത്യം എന്ന് പറയാൻ സാധിക്കുന്നത്? ആരാണ് ഡോമിനൻസ് ചെയ്യുന്നത്? ബയ്യർ ആണ് അല്ലെ. ബയ്യർ ഈ ഒരു സെല്ലറുടെ പോയിന്റിനേക്കാളും മേളിൽ പോയി. വീണ്ടും സെല്ലർ താഴേക്ക് കൊണ്ടുവന്നു, ഇതിന് താഴെ പോയില്ല. തിരിച്ച് വീണ്ടും ബയ്യർ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ ഒരു ഹയർ ഹൈ ഉണ്ടായി അല്ലെ. ഇവിടെ ഒരു ഹയർ ഹൈ വരും. ഈ ഒരു ബ്രേക്ക് ഔട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ബ്രേക്കപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാണ് ബ്രേക്കപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺസെപ്റ്റ്, അപ്പം അപ് ട്രെൻഡിൽ എപ്പോഴും നമുക്കൊരു ബ്രേക്കപ്പ് സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഡൗൺ ട്രെൻഡിലും അതുപോലെ തന്നെ താഴേക്ക് ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ ഓരോ ലോയും ബ്രേക്ക് ചെയ്ത് വരുന്നതിനാണ് നമ്മൾ BOS എന്ന് പറയുക. ഓക്കെ, ഈ സിംഗ് ലോ, അതായത് ഈ ലോവർ ലോയെ ബ്രേക്ക് ചെയ്ത് അടുത്ത ലോവർ ലോ വരുമ്പോൾ അവിടെ നമ്മൾ BOS എന്ന് പറയും. ഓക്കെ, അത് മനസ്സിലായി. ഇനി അടുത്തത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ സെയിം ട്രെൻഡിനെ ഇങ്ങനെ നമ്മൾ പോകുന്നു, ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന ട്രെൻഡ്, ഈ ട്രെൻഡിന് എപ്പോഴെങ്കിലും ഒരു കറക്ഷൻ വരണം, അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ വരണം അല്ലെ. ആ റിവേഴ്സൽ നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ലാസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന സിംഗ് ലോ, അതായത് ലാസ്റ്റ് ഹൈ ഉണ്ടാക്കിയിരിക്കുന്ന ലോ, അതായത് ഇതാണ് ലാസ്റ്റ് ഹൈ എന്ന് പറയുന്നത്. ഈ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ലോ എന്ന് പറയുന്നത് ഇതാണ്. ഈ ലോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ഓക്കെ, ഈ ഹൈ, ലാസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ലോ എന്ന് പറയുന്ന ആ ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടന്നു എന്ന് പറയാം. ഓക്കെ, ഇവിടെയാണ് ഈ പോയിന്റും പ്രാബല്യത്തിൽ വരുന്നത്. അതായത് ട്രെൻഡ് ഇൻവാലിഡ് ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ ലൈവ് മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് റിവേഴ്സൽ എവിടെ വെച്ചാണ് നടക്കുന്നത് അറിയുന്നതിന്റെ ഒരു ടെക്നിക്കാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ പോകുന്ന ഒരു മാർക്കറ്റിൽ ഈ ലാസ്റ്റ് ഹൈ, അതായത് ഈ ലാസ്റ്റ് ഹൈ ഉണ്ടാക്കിയ സിംഗ് ലോ എന്ന് പറയുന്നത് ഏതാണ്? ഇത് അല്ലെ. ഈ ഒരു സിംഗ് ലോ ആണ് നമുക്ക് എന്ത് ആക്കിയത്, ഈ ഹൈ ഉണ്ടാക്കാനായിട്ടുള്ള ട്രിഗർ അല്ലെ. അപ്പൊ ഈ സിംഗ് ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി? ബയ്യർ സെല്ലർ അവിടെ ബീറ്റ് ചെയ്തു എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഈ ഒരു ഏരിയക്ക് പറയുന്ന പേരാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇത് തന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ട്രെൻഡ് ഏകദേശം റിവേഴ്സ് ആയി നമുക്ക് പറയാൻ പറ്റും. വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്യും? ഇവിടെ പോയിട്ട് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഇവിടെ വീണ്ടും ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് സെല്ലിങ്ങിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. അതല്ല എങ്കിൽ തിരിച്ച് ഇതൊന്ന് വീണ്ടും കയറാൻ നോക്കും. അപ്പൊ വീണ്ടും കയറാൻ നോക്കിയാലും ചിലര് ഇവിടുന്ന് ബൈ ഓർഡർ വീണ്ടും എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് മോസ്റ്റ്ലി ട്രാപ്പ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ ഓൾറെഡി ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു, ഈ ക്യാരക്ടർ ഇവിടെ ചേഞ്ച് ചെയ്തു അല്ലെ. അപ്പൊ ഇത് ചേഞ്ച് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, വീണ്ടും ഇത് ഈ ലെവലിൽ താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വന്ന് ഇവിടെ ക്ലോസിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടും, താഴേക്ക് ഷോർട്ട് എൻട്രി കിട്ടും. ആ മൂവ്മെന്റ് കുറച്ച് ഫാസ്റ്റും ആയിരിക്കും. ഓക്കെ, ഇത് അപ് ട്രെൻഡ് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ മോസ്റ്റ്ലി ഇതാണ് മാർക്കറ്റിൽ ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ കണ്ടുവരുന്ന ഒരു സാധ്യത. ഓക്കെ, സോ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്താണെന്നപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ ലൈവ് മാർക്കറ്റിൽ ചാർട്ടിൽ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അത് കണ്ടു കഴിയുമ്പോൾ കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഇപ്പം ഏതാണ്? ഓക്കെ, ഇത് HDFC ബാങ്കിന്റെ സ്റ്റോക്ക് ആണ്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും റാൻഡമായിട്ട് നോക്കാം. ഓക്കെ, ഇതിൽ ട്രെൻഡ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ ഡെയിലി ഇപ്പം 5 മിനിറ്റ്സിലൊക്കെ ഒരുപാട് ക്യാൻഡിൽസ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഞാൻ ഡെയിലി ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. ഡെയിലി ക്യാൻഡിൽ നമുക്ക് നോക്കാം. അതിനുശേഷം 5 മിനിറ്റ്സിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടുന്ന് ഒരു ട്രെൻഡ് ഇങ്ങനെ പോയേക്കാണ്. ഓക്കെ, ഇവിടെ ഒരു ഹൈ അടിച്ചു. ഓക്കെ, വീണ്ടും ഇങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ കുറെ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും മാർക്കറ്റ് എന്ത് ചെയ്തു? വീണ്ടും ഒരു സിങ് ഉണ്ടാക്കി. പക്ഷെ ഈ സിങ്ങിന്റെ മേളിൽ പോയില്ല. ഓക്കെ, പോകാതെ തന്നെ അത് തിരിച്ചു വന്നു. പക്ഷെ ഇതിന്റെ താഴെ പോയില്ല. അപ്പോഴും ഇത് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്, അതായത് ലാസ്റ്റ് ഹൈ എന്ന് പറയുന്നത് ഇതാണ് ഇവിടുത്തെ അല്ലെ.
ഇതുവരെ നോക്കുമ്പോൾ ഇതാണ് ലാസ്റ്റ്. ഈ ലാസ്റ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ താഴെ പോകാത്തിടത്തോളം കാലം എന്താണ്, ലോങ് ടൈമിൽ, അതായത് ഡെയിലി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഈ ട്രെൻഡ് അപ്പാണെന്ന് തന്നെ പറയാം അല്ലെ. ഇവിടെ വരെ ഇറങ്ങി വന്നിട്ട് ഇതിന്റെ താഴെ പോയില്ല, കൺസോളിഡേറ്റ് ചെയ്ത് വീണ്ടും മുകളിൽ പോയിട്ട് വീണ്ടും ഇത് ഇറങ്ങി വന്നു, അപ്പോഴും ഇതിന്റെ പോലും താഴെ വന്നില്ല. അതായത് ഈ ലോ എന്ന് പറയുന്നത് ഹയർ ലോ ആണ്. ഈ ലോയെ അപേക്ഷിച്ച് ഇത് ഹയർ ലോ ആണ്. ഇതിന്റെ മുകളിലാണ് ഈ ലോ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് അതിലും ഹയർ ലോ. വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെറിയൊരു ഒപ്പത്തിനൊപ്പം വന്നു എന്ന് വേണമെങ്കിൽ പറയാം, എന്നാലും അതിനൊപ്പം എത്തിയില്ല. ഇവിടെ വീണ്ടും ഒരു ലോവർ ഹൈ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ഇവിടെ വന്നു. പക്ഷെ അപ്പോഴും ഇതിന്റെ താഴെ പോകാതെ വീണ്ടും ഇവിടെ ഒരു ഹയർ ലോ ഉണ്ടാക്കി. ഓക്കെ, അടുത്തത് ഇവിടെ നിന്ന് നോക്കിയ മാർക്കറ്റ് ഏകദേശം ഈ ലെവലിൽ എത്തി. അത് ക്രോസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഓക്കെ, സോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹൈ 1794, 1794 ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, 1810. ഓക്കെ, വെൽ, അതപ്പം ബ്രേക്ക് ചെയ്തു. അപ്പൊ അത് നമുക്ക് നോക്കാം. ഒരു ലൈൻ വരച്ചിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഡൺ. അപ്പൊ അത് നമുക്ക് ബ്രേക്ക് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇവിടെ എന്ത് സംഭവിച്ചു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നിട്ടുണ്ട് അല്ലെ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഇത് അപ് ട്രെൻഡ് തന്നെയാണ് അല്ലെ. ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഇത് അപ് ട്രെൻഡ് ആണ്. മേജർ ട്രെൻഡ് എന്ന് പറയുന്ന അപ്പാണ്. ഇൻട്രാഡേയിൽ പല ഫോളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ട, ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്തു അല്ലെ. ഈ റെസിസ്റ്റൻസ്, ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മോളിൽ കയറിയെങ്കിലും നമുക്കറിയാം അവിടെ വലിയൊരു പ്രൈസ് ആക്ഷൻ ഒന്നും കാണുന്നില്ല. കാരണം മാർക്കറ്റ് നോക്കി അറിയാൻ പറ്റും, ആദ്യത്തെ ക്യാൻഡിൽ എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തെങ്കിൽ അതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്, ഒരു ഡോജി ക്യാൻഡിലാണ്. അതിനുശേഷം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് എന്ത് സംഭവിച്ചു, താഴേക്ക് വന്നു അല്ലെ. താഴേക്ക് വന്നിട്ട് ഈ ഹൈയുടെ താഴെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. വീണ്ടും ഇന്നത്തെ ട്രേഡിൽ അത് ബ്രേക്ക് ചെയ്ത് മോളിൽ കയറിയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു സൂചനയാണ്, ഒരു ഇൻഡിക്കേഷൻ ആണ്. അതായത് ഇവിടുന്ന് നോക്കി ഇതിന്റെ താഴെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് മോളിൽ കയറി ഇതിന്റെയും ടോപ്പിൽ പോയിട്ടാണ് മാർക്കറ്റിന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ HDFCയിൽ നമുക്കൊരു ബുള്ളിഷ് സെനാരിയോ ഉണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, സോ അപ്പൊ ഇതൊരു ട്രെൻഡാണ്, ശരിക്കും പറഞ്ഞത് ട്രെൻഡാണ്. പക്ഷെ നമുക്ക് അത്ര മാത്രം ഒരു ഹയർ ലോ ഫോർമേഷൻ ഒരേ ലെവലൊന്നും വന്നിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഫോർ എക്സാമ്പിൾ വേറെ സ്റ്റോക്ക് വേണേൽ നോക്കാം. ICICIയുടെ സ്റ്റോക്ക് ഒന്ന് എടുത്ത് നോക്കാം, ICICI എങ്ങനെയാണെന്നുള്ളത്. ICICIയിൽ ഏകദേശം അതുപോലൊക്കെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി. ഇത് അപ് ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, എല്ലാം സപ്പോർട്ടാണ്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതിലും മേലെയാണ് ഈ സപ്പോർട്ട് ഫോം ആയിരിക്കുന്നത്. ഹയർ ലോ എന്ന് പറയും. ഹയർ ലോ ആണ്. ഈ കേസിൽ നമുക്ക് നമ്മുടെ രണ്ട് ഹൈ ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ഇതൊരു ഹൈ, ഇതൊരു ലോ. ഇതൊരു ഹൈ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇതിന്റെ മേളിൽ പോയിട്ടില്ല. നമുക്ക് ഇതിനെ എടുക്കാം. ഇതൊരു ഹൈ, ഇതൊരു ലോ. ഓക്കെ, ഇതിനെ കൂട്ടിമുട്ടിക്കാം. ഓക്കെ, ഇങ്ങനെ കൂട്ടിമുട്ടിച്ച് അല്ലെ, ശരിക്കും ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഈ ലെവലിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു മൊമെന്റം തരുന്നുണ്ട്. ഓക്കെ, 5 മിനിറ്റ്സിന്റെ ക്യാൻഡിലേക്ക് നോക്കാം, അല്ലെങ്കിൽ 50 മിനിറ്റ്സിലോ 1 അവറിലോ നോക്കാം. അപ്പൊ കുറച്ചും കൂടി നല്ല പ്രൈസ് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കിയേ, ഇവിടെ നോക്കിക്കോളൂ. ഇപ്പം ഇതൊരു ഹൈ ആണ് അല്ലെ, അതിനുശേഷം ഇതൊരു ലോവർ ഹൈ ആണ്, ഇതൊരു ലോ ആണ്, ഇതൊരു ലോവർ ലോ ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് 2 പോയിന്റ് വെച്ച് കിട്ടി. നമ്മൾ ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോ ഡൗൺ ട്രെൻഡ് ആണെന്ന് മനസ്സിലായല്ലേ. ലോവർ ഹൈ, ലോവർ ഹൈ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, ഇത് ഡൗൺ ട്രെൻഡ് ആണ് അല്ലെ. ഒരു ഹൈ ഉണ്ടായി, അതിനെക്കാട്ടിൽ താഴെയാണ് ഈ ഹൈ ഉണ്ടായിരിക്കുന്നത്. ലോ ആണ്, അതിനെക്കാളും താഴെയാണ് ഈ ലോ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊരു ഡൗൺ ട്രെൻഡ് സ്ട്രക്ചർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇതുവരെ വന്നു കഴിയുമ്പോൾ നമ്മൾ മാർക്കറ്റിനെ നമ്മൾ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തു. ഈ ലൈൻ നമ്മൾ വരച്ചു. അടുത്ത എന്താണ്, അടുത്ത ഈ ലെവലിന്റെ അടുത്തെത്താറാകുമ്പോൾ എന്ത് സംഭവിച്ചത്, അവിടുന്ന് സെല്ലിങ് നടന്നു അല്ലെ. ഈ ഒരു ക്യാൻഡിലിന് നമുക്കറിയാൻ പറ്റും സെല്ലിങ് നടന്നു, മാർക്കറ്റിനെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നു അല്ലെ. ഇവിടെ ഒരു എൻട്രി, ഷോർട്ട് എൻട്രി എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നവർക്ക് ഇവിടം വരെ ടാർഗറ്റ് വെച്ചിട്ട് പ്രോഫിറ്റ് എടുക്കാം. വീണ്ടും നോക്കിയേ, ഇത് ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ലൈനിൽ വന്നപ്പോഴത്തേക്കും വീണ്ടും ഇവിടെ എന്ത് ചെയ്തു, ബയ്യർ റിജക്ട് ചെയ്തിട്ട് മാർക്കറ്റിനെ മേളിൽ കൊണ്ടുപോയി അല്ലെ. മേളിൽ കൊണ്ടുപോയി എവിടം വരെ പോയി, ഈ ഒരു റെസിസ്റ്റൻസ് വരെ പോയി. ഇങ്ങനെയാണ് ട്രെൻഡ് നടക്കുക മാർക്കറ്റിൽ. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രെൻഡ് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല എൻട്രീസ് എടുക്കാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് കണ്ടില്ലേ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു സൈഡ് വൈസിലാണ് മാർക്കറ്റ് നടക്കുന്നത്. ഇതും വളരെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ 2 ദിവസത്തെ അല്ലെങ്കിൽ 3 ദിവസത്തെ ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, വളരെ സൈഡ് വൈസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലെ.
നമ്മൾ പറഞ്ഞു ഒരു ഹൈ, ഇവിടെ ഒരു ഹൈ, ഒരു ലോ, ഇവിടെ ഒരു ലോ. ഇപ്പൊ നമുക്ക് ഇതിനെ രണ്ടിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റിനുള്ള ലൈൻ കിട്ടി. അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പം, അതായത് ഇവിടെ വന്നപ്പോൾ ബയ്യർ ഇവിടുന്ന് മാർക്കറ്റിനെ മേളിൽ കൊണ്ടുപോയി, എവിടം വരെ കൊണ്ടുപോയി, സെല്ലറുള്ള സ്ഥലം വരെ കൊണ്ടുപോയി. അവിടുന്ന് വീണ്ടും മാർക്കറ്റിൽ കൊണ്ടുപോയി, ഇവിടെ എത്തി, മാർക്കറ്റിൽ നിന്ന് അവസാനിച്ചു. ഇനി നാളത്തെ ട്രേഡിൽ നമുക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ 3 ദിവസമായി, നാളെ മേ ബി ഇതിന്റെ താഴേക്കോ ഇതിന്റെ മുകളിലേക്കോ എങ്ങനെ വേണമെങ്കിലും ബ്രേക്ക് ഔട്ട് തരാം. അത് നമുക്ക് അറിയാൻ പറ്റില്ല. ഏത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 3 ദിവസം ഇവിടെ സംഭവിച്ച ഒരു ബൈയിങ് അല്ലെങ്കിൽ സെല്ലിങ് ആക്ടിവിറ്റി, അതിലെന്താണോ ഇവിടെ നടന്നിരിക്കുന്നത്, അവര് ഏത് സൈഡിലേക്കാണ് ബ്രേക്ക് ഔട്ട് ആകുന്നത്, അതിന് ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കുന്നവർക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടാം, മാർക്കറ്റ് മൊമെന്റത്തിൽ മേളിലേക്ക് പോകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ ഈ 3 ദിവസം കൊണ്ട് സെല് ചെയ്തവരുണ്ട്, ബൈ ചെയ്തവരുണ്ട് അല്ലെ. സെല് ചെയ്തവരുടെ വ്യൂ എന്താണ്, മാർക്കറ്റ് താഴേക്ക് പോകുന്നുണ്ടാവും, ICICI ബാങ്കിന്റെ സ്റ്റോക്ക്. ബൈ ചെയ്തവർ എന്താണ്, ഇത് മേളിലേക്ക് പോകുന്ന രീതിയിൽ എടുക്കും. ഇൻ കേസ് മാർക്കറ്റ് മേളിലേക്കാണ് പോകുന്നതെങ്കിൽ സെല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും, അതെല്ലാം ഹിറ്റ് ആവും. ഇൻ കേസ് ബൈ ചെയ്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മാർക്കറ്റ് താഴേക്കാണ് ബ്രേക്ക് തരുന്നതെങ്കിൽ അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, അതെല്ലാം ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വളരെ സ്പീഡിൽ അടുത്ത സപ്പോർട്ട് ആയിട്ടുള്ള ഈ ഒരു സോണിലേക്ക് പെട്ടെന്ന് തന്നെ വരും. ഓക്കെ, ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഞാനത് ഇതിന്റെ കൂടെ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ അപ് ട്രെൻഡ് പഠിച്ചു, ഡൗൺ ട്രെൻഡ് പഠിച്ചു, സൈഡ് വേസ് പഠിച്ചു. അപ്പം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു. ഓക്കെ, സോ ഇനി ഇത് ഓരോ ലെവലിൽ വരുമ്പോഴും എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, എന്ത് ഇൻഡിക്കേഷൻ കണ്ടാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ക്യാൻഡിൽസ്റ്റിക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ക്യാൻഡിൽസ്റ്റിക് നമ്മൾ ബേസിക് തൊട്ട് പഠിക്കണം. അതിന്റെ ഫോർമേഷൻ, അനാറ്റമി, അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റിൽ ഇൻഡിക്കേഷൻ തരുന്ന ക്യാൻഡിൽസ്റ്റിക്കുകൾ ഒരു 8-10 ക്യാൻഡിൽസ്റ്റിക് ഉണ്ട്. മാർക്കറ്റിൽ പോപ്പുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു 8-10 ക്യാൻഡിൽ ഉണ്ട്. അപ്പൊ അത് എന്താണ്, അതിന്റെ സൈക്കോളജി എന്താണ്, അത് എവിടെ വന്നാലാണ് അതിന്റെ പ്രസക്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെയാണ് പഠിക്കുന്നത്. അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏത് മാർക്കറ്റിലും, സ്റ്റോക്ക് ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആയിക്കോട്ടെ, കറൻസി, കമ്മോഡിറ്റി, എന്തും ആയിക്കോട്ടെ, നമുക്ക് ഈ പറയുന്ന എല്ലായിടത്തും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മുടെ ലെവലുകൾ കണ്ടെത്തിയിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതായത് ഒന്ന് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക. അത് ഇൻട്രാഡേ ആയാലും സിംഗ് ആയാലും എന്തായാലും ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഏരിയാസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഏരിയാസ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമുക്ക് അവിടുത്തെ പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുക. എന്നിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇത് മൂന്നും ആണ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ട്രേഡ് എടുക്കാനുള്ള 3 മെത്തേഡ് ഇതാണ്. ഒന്ന് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുക, 2 കീ ഏരിയാസ് മനസ്സിലാക്കി വെക്കുക. അവിടെ പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ ആ പ്രൈസിന്റെ ആക്ഷൻ നമ്മൾ ക്യാൻഡിൽസ്റ്റിക്കിലൂടെയും അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷനിലൂടെയും മനസ്സിലാക്കുക. അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ഒരു ജോലിയില്ല. ആകെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ മിനിമം 1:2 എങ്കിലും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള ആദ്യം നോക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ആ 1:2 എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി മാർക്കറ്റിൽ സംഭവിക്കുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് ഒന്നുകിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1 രൂപ എന്ന് പറഞ്ഞാൽ അടിക്കുക, അല്ലെങ്കിൽ 2 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് അടിക്കുക. ഇതിനേതിനും വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം. അവിടെയാണ് നമ്മുടെ സൈക്കോളജി, ഇമോഷനും ഒക്കെ വർക്കൗട്ട് ആകുന്നത്. ഓക്കെ, സോ അത് ഒരു സെക്കൻഡ് ഫേസ് ആണ് മാർക്കറ്റിന്. അപ്പൊ മാർക്കറ്റിൽ ആദ്യം നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് എന്താണ് ബേസിക്സ്, എങ്ങനെയാണ് ഒരു മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉണ്ട്, എന്തൊക്കെ നോക്കണം നമുക്കൊരു എൻട്രി എടുക്കാനായിട്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് അങ്ങനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യുന്നു, ഈ ഏരിയാസ് മനസ്സിലാക്കുന്നു, അവിടെ വരുന്ന പ്രൈസ് ആക്ഷൻ ക്യാൻഡിൽസ്റ്റിക് നോക്കിയിട്ട് മനസ്സിലാക്കുന്നു. ഇതാണ് ഒരു എൻട്രി എടുക്കാനുള്ള എന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ഫേസ് ആണ് നമ്മുടെ ഈ സൈക്കോളജി, ഇമോഷൻസ് എന്നൊക്കെ പറയുന്ന സംഭവം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ കംപ്ലീറ്റ് സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, സോ 80% സൈക്കോളജിയും 20% സ്ട്രാറ്റജിയുമാണ് മാർക്കറ്റിൽ വർക്ക് ആകുക. അപ്പൊ ഈ സെക്കൻഡ് ഫേസിലുള്ള ഇമോഷൻ കൺട്രോൾ, സൈക്കോളജി, പേഷ്യൻസ്, ഡിസിപ്ലിൻ എന്നൊക്കെ പറയുന്ന സബ്ജക്ട്, അത് മണി മാനേജ്മെന്റ്, റിസ്ക് മാനേജ്മെന്റ് ഒക്കെയാണ് ഇതിനകത്ത് ഒരു മെയിൻ പാർട്ട്. അത് നമുക്ക് പഠിക്കാനായിട്ട് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ നമുക്കതൊക്കെ നെക്സ്റ്റ് വീഡിയോസിലൂടെ പതിയെ പതിയെ മനസ്സിലാക്കാം. വളരെ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് ലേൺ ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും വീഡിയോസ് എത്തിക്കുക. കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് നല്ല വീഡിയോസ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.